നമസ്കാരം. 2 സംസ്ഥാനങ്ങളിലായി 2 പുതിയ ലോഞ്ച് പാഡുകൾ നിർമ്മിക്കുമെന്ന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലും തമിഴ്നാട്ടിലെ കുലശേഖരപട്ടണത്തും ലോഞ്ച് പാഡുകൾ നിർമ്മിക്കാനാണ് പദ്ധതി. ഇസ്രോയുടെ വളരുന്ന വിക്ഷേപണ പ്രൊഫൈലിനെ പിന്തുണയ്ക്കുകയും ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേക്ഷണ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഈ സൗകര്യങ്ങൾ 2 വർഷത്തിനുള്ളിൽ പ്രവർത്തനക്ഷമമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ മറ്റൊരു സന്തോഷ വാർത്ത എന്തെന്ന് വെച്ചാൽ ചന്ദ്രയാൻ 4 വരുന്നു എന്നുള്ളതാണ്. 2028 വിക്ഷേപിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ചന്ദ്രയാൻ 4 അഭിലാഷ പദ്ധതികളും ചെയർമാൻ നാരായണൻ പ്രഖ്യാപിച്ചു. 4000 കിലോഗ്രാം ഭാരമുള്ള ചന്ദ്രയാൻ 3 നിന്നും വ്യത്യസ്തമായി ചന്ദ്രയാൻ 4 9200 കിലോഗ്രാം ഭാരമുണ്ടാകും. കൂടാതെ ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തിരിക്കുന്ന 2 മൊഡ്യൂളുകളും ഇതിൽ ഉൾപ്പെടുന്നു. ചന്ദ്രനിൽ ഇറങ്ങുകയും സാമ്പിളുകൾ വീണ്ടെടുക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. ഇത് ഇന്ത്യയുടെ ചന്ദ്രപര്യവേക്ഷണ ശ്രമങ്ങളിൽ ഒരു സുപ്രധാന കുതിച്ചുചാട്ടം കുറിക്കുന്നു. സ്ത്രീ ശാസ്ത്രജ്ഞർക്ക് തുല്യ അവസരങ്ങൾ നൽകിക്കൊണ്ട് ലിംഗഭേദം ഉൾക്കൊള്ളുന്നതായി ISROയുടെ മുന്നേറ്റങ്ങളെ നാരായണൻ എടുത്തു പറഞ്ഞു. ചന്ദ്രയാൻ, മാസ് ഓർബിറ്റൽ മിഷൻ തുടങ്ങിയ ദൗത്യങ്ങളിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. വൈവിധ്യത്തോടും കഴിവുകളെ അടിസ്ഥാനമാക്കിയുള്ള അംഗീകാരത്തോടുമുള്ള ISROയുടെ പ്രതിബദ്ധത ഇത് പ്രകടമാക്കുന്നു. നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപഗ്രഹത്തിനായുള്ള പദ്ധതികൾ നാരായണൻ വെളിപ്പെടുത്തി. ഇന്ത്യയും US-ഉം സംയുക്തമായി വികസിപ്പിച്ചെടുക്കുന്ന ഈ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം പരിസ്ഥിതി മാറ്റങ്ങൾ പഠിക്കുന്നതിലും മനുഷ്യരാശിയുടെ പ്രയോജനം നേടുന്നതിനായും ഒരു GSLV Mark 11 റോക്കറ്റിൽ വിക്ഷേപിക്കും. കൂടാതെ കാലാവസ്ഥ പഠനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇസ്രോ ഒരു G20 ഉപഗ്രഹം രൂപകൽപ്പന ചെയ്യുന്നുണ്ട്. അതിന്റെ പേലോഡിന്റെ 40% ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തതാണ്. കഴിഞ്ഞ ദശകത്തിൽ ഇസ്രോ കൈവരിച്ച നേട്ടങ്ങൾ ശ്രദ്ധേയമാണ്. 34 രാജ്യങ്ങളിൽ നിന്നുള്ള 433 ഉപഗ്രഹങ്ങൾ ഇന്ത്യൻ നിർമ്മിത റോക്കറ്റുകൾ ഉപയോഗിച്ച് വിക്ഷേപിച്ചു. ഇന്ത്യൻ മണ്ണിൽ നിന്നുള്ള ഇന്ത്യൻ നിർമ്മിത റോക്കറ്റ് ഉപയോഗിച്ച് 34 രാജ്യങ്ങൾക്കായി 433 ഉപഗ്രഹങ്ങൾ ഞാൻ വിക്ഷേപിച്ചു. അതിൽ 90% കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അയച്ചതാണ്. ഇസ്രോ മേധാവി പറഞ്ഞ കാര്യങ്ങളാണിത്. ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പ്രത്യേക മേഖലകളിൽ നേതൃത്വം നിലനിർത്തുക എന്ന ഇസ്രോയുടെ ദൗത്യം നാരായണൻ ആവർത്തിച്ചു പറഞ്ഞു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.